ഹലോ ചങ്സ്, എല്ലാവർക്കും വേൾഡ് ഓഫ് മാനൂഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മെഹനൂഫ്. 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ വരുൺ ഗ്രോവർ എഴുതിയ TV എന്ന മനോഹരമായ ഒരു പട്കഥ, അതായത് തിരക്കഥയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമൊക്കെ ഏറെ ജനകീയമായി തീർന്നതോടെ ഏറെക്കുറെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യോപകരണമാണ് ടെലിവിഷൻ അഥവാ TV. എന്നാൽ ലോകം മുഴുവൻ ടെലിവിഷൻ എന്ന കൊച്ചു ചതുരപ്പെട്ടിയെ ഏറെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ടെലിവിഷൻ ഗ്രാമപ്രദേശങ്ങളിലേക്കൊന്നും കൂടുതലായി എത്തിത്തുടങ്ങിയിട്ടില്ലാത്ത ഒരു കാലം. അന്നൊക്കെ ഒരു വീട്ടിൽ സ്വന്തമായി TV ഉണ്ടെങ്കിൽ ഇന്ന് സ്വന്തമായി ഒരു കാറുള്ളവന്റെ സ്ഥാനമായിരുന്നു സമൂഹത്തിൽ ആ ഉടമസ്ഥന് ലഭിച്ചിരുന്നത്. അതെ, ഇന്ന് നമ്മൾ യാതൊരു വിലയും നൽകാത്ത TV ഒരു കാലത്ത് സമ്പന്നതയുടെ പ്രതീകമായിരുന്നു എന്ന് പറയാം. ഗ്രാമങ്ങളിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും കുട്ടികൾ, TVയെ ഒരു കിട്ടാക്കനിയായി, അതല്ലെങ്കിൽ ഒരു മാന്ത്രിക വസ്തുവായി കണ്ടിരുന്ന ഒരു കാലത്തേക്കാണ് വരുൺ ഗ്രോവറുടെ കഥ നമ്മെ കൊണ്ടുപോകുന്നത്. ഈ കഥയിലൂടെ TV കാണാനുള്ള അതിയായ ആഗ്രഹത്താൽ അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ആരുമറിയാതെ ഒരു സാഹസിക യാത്രയ്ക്കൊരുങ്ങുന്ന 3 കുട്ടികളെയാണ് വരുൺ ഗ്രോവർ പരിചയപ്പെടുത്തുന്നത്. ഗോപു, ചുന്നി, ലല്ലു എന്നിവരായിരുന്നു ആ 3 കുട്ടികൾ. ഈ കുട്ടികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ നമുക്ക് കഥയിലേക്ക് നീങ്ങാം. സീൻ 1. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സഡക് ദോപഹർ കെ 2 ബജേ ഹെ. ഗോപുവിന്റെ വീടിന് പുറമേയുള്ള മൺപാത. സമയം ഉച്ചയ്ക്ക് ശേഷം 2 മണി. പഹാഡി ഇലാക്ക, പർവ്വതങ്ങൾ നിറഞ്ഞ പ്രദേശം. ദൂർ ദൂർ തക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹേ. ദൂരെ ദൂരെയായി പർവ്വതങ്ങൾ വ്യാപിച്ചു കിടക്കുന്നതായി കാണുന്നു. കരീബൻ 8-10 साल की उम्र के 3 बच्चे गोबू, चुन्नी और लल्लू कच्चे रास्ते पर गड़े हैं. ഗോപു, ചുന്നി, ലല്ലു എന്നീ ഏകദേശം 8-10 വയസ്സ് പ്രായമുള്ള 3 കുട്ടികൾ ആ മൺപാതയിൽ നിൽക്കുന്നു. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹെ. ഗോപുവിനെ കാണാൻ മറ്റു 2 പേരെക്കാളും അല്പം പക്വത തോന്നിച്ചിരുന്നു. വഹ് ജമീൻ പർ ചുക്കാ ഹെ ഓർ കുച്ച് ഉഡാനെ കി കോശിഷ് കർ രഹാ ഹെ. അവൻ മണ്ണിലേക്ക് കുനിഞ്ഞുകൊണ്ട് എന്തോ എടുക്കാനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ. അവന്റെ കയ്യിൽ ഒരു കീടം അഥവാ പ്രാണിയുണ്ടായിരുന്നു. ഇവിടെ 1ാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ 3 കുട്ടികളെയും പരിചയപ്പെടുത്തുകയാണ് എഴുത്തുകാരൻ. നമ്മുടെ കഥാപാത്രങ്ങളുടെ പ്രായം ഏതാണ്ട് 8-നും 10-നും ഇടയ്ക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് 4-ലോ 5-ലോ പഠിക്കുന്ന കുട്ടികളായി നമുക്ക് കണക്കാക്കാം. കൂട്ടത്തിൽ അല്പം പ്രായ കൂടുതലും കാര്യഗൗരവമുള്ളത് ഗോപുവിനാണെന്ന് എഴുത്തുകാരൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. താഴെ മണ്ണിൽ നിന്നും ഒരു പ്രാണിയെ കയ്യിലെടുക്കുന്ന ഗോപുവിനെയാണ് ആദ്യമായി നമ്മൾ കാണുന്നത്. എന്തിനായിരിക്കും അവൻ ആ പ്രാണിയെ കയ്യിലെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഗോപു, ചുന്നി കോ മക്കോഡ പക്കടാത്തെ ഹുയേ. യേ ലേ തേരാ പ്യാരാ മക്കോഡ, അബ് ഗാ ഇസ്കി കസം. ഇതാ നിനക്കിഷ്ടപ്പെട്ട പ്രാണിയെ പിടിക്കൂ, ഇനി ഇതിനെ തൊട്ട് സത്യം ചെയ്യൂ. തന്റെ കയ്യിലുണ്ടായിരുന്ന പ്രാണിയെ ചുന്നിയുടെ കയ്യിലേക്ക് വച്ചു കൊടുത്ത ശേഷം ഗോപു ഇങ്ങനെ പറഞ്ഞു. ചുന്നി മുസ്കുരാക്കർ മക്കോഡ പക്കടത്തെ ഹുയേ. കൈസേ ഗാനി ഹേ. എങ്ങനെയാണ് പ്രതിജ്ഞ ചൊല്ലേണ്ടത്? പുഞ്ചിരിയോടെ ആ കീടത്തെ പിടിച്ചുകൊണ്ട് ചുന്നി ചോദിച്ചു. ഗോപു, അരേ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൽ മേ കസം ഗാത്തി ഹും. അതെ, നമ്മുടെ മാഷ് പറയാറില്ലേ, അതുപോലെ പറയേ, ഞാൻ പ്രതിജ്ഞ ചൊല്ലുന്നു. ചുന്നി ഗോപു പറയുന്നത് പോലെ തന്നെ പറയുന്നു. മേ കസം ഗാത്തി ഹും, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കി ഹം ചുപ്കെ സേ ദൂസരെ ഗാവ് ജായേഗേ. എന്തെന്നാൽ നമ്മൾ ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ഗോപു പ്രതിജ്ഞയുടെ ബാക്കി ഭാഗം പറഞ്ഞു കൊടുത്തു. ഗോപു പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചുന്നിയും ആവർത്തിക്കുന്നു. കി ഹം ചുപ്കെ സേ ദൂസരെ ഗാവ് ജായേഗേ. നമ്മൾ ആരോടും പറയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ഗോപു, ഓ ചുപ്കെ സേ TV ദേഖ് കർ ആയേഗേ. ആരോടും മിണ്ടാതെ നമ്മൾ TV കണ്ട ശേഷം തിരിച്ചു വരും. ചുന്നി ഹസി രോക്തേ ഹുയേ. ഓ ചുപ്കെ സേ TV ദേഖ് കർ ആയേഗേ. ചിരി പിടിച്ചു നിർത്തിക്കൊണ്ട് ചുന്നി പറഞ്ഞു. മിണ്ടാതെ നമ്മൾ TV കണ്ട് തിരിച്ചു വരും. ഗോപു, ഓ യേ ബാത് കിസിക്കോ നഹി ബതായേഗാ, മാം കോ ഭി നഹി. ഈ കാര്യം ആരോടും പറയരുത്, അമ്മയോട് പോലും. ലല്ലു ബീച്ച് മേം ടോക്ക് കർ. ഇടയിൽ കയറിക്കൊണ്ട് ആ സമയത്ത് ലല്ലു പറഞ്ഞു. മാംകോ കൈസേ ബതായേഗാ. അമ്മയോട് എങ്ങനെയാ പറയുക? മാത്തോ സോ രഹി ഹേ. അമ്മ ഉറങ്ങുകയല്ലേ. ഗോപു, ഹാ മാത്തോ സോ രഹി ഹേ. അതെ, അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അബു മക്കോഡ രഗദേ. ഇനി കീടത്തെ വിട്ടോളൂ. ചുന്നി മക്കോഡ രഗ് ദേത്തി ഹേ ഹാത്ത് ജാഡ്തി ഹേ. ചുന്നി മക്കോഡയെ കളഞ്ഞ ശേഷം കൈകൾ തട്ടുന്നു. ഇവിടെ നടന്ന സംഭാഷണങ്ങളിലൂടെ നമ്മുടെ കഥാപാത്രങ്ങളായ 3 കുട്ടികളുടെയും കൃത്യമായ സ്വഭാവ സവിശേഷതകൾ എഴുത്തുകാരൻ വെളിപ്പെടുത്തുന്നുണ്ട്.
ചുന്നി അല്പം കുട്ടിത്തമുള്ളവളാണെന്നും എല്ലാം തമാശ രൂപത്തിലെടുക്കുന്നവളാണെന്നും അവളുടെ സംഭാഷണ ശൈലിയിൽ നിന്നും വ്യക്തമാകുന്നു. ഗോപു വളരെ ഗൗരവപൂർവ്വം പറഞ്ഞു കൊടുക്കുന്ന പ്രതിജ്ഞയെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തമാശ രൂപത്തിലാണ് ചുന്നി സ്വീകരിക്കുന്നത്. ഗോപുവിന്റെ പക്വതയും ചുന്നിയുടെ പക്വതയില്ലായ്മയും ഇവിടെ വ്യക്തമാണ്. TV കാണാൻ പോകുന്ന വിവരം ആരും അറിയാതിരിക്കാനാണ് ഗോപു ചുന്നിയെ കൊണ്ട് പ്രാണിയെ പിടിപ്പിച്ച് സത്യം ചെയ്യിച്ചത്. ഇനി മൂന്നാമനായ ലല്ലുവിന്റെ കാര്യം. ലല്ലു ആളൊരു മണ്ടനാണെന്ന് അവന്റെ ആദ്യ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാണ്. ഇക്കാര്യങ്ങളൊന്നും അമ്മയോട് പറയരുതെന്ന് വളരെ ഗൗരവത്തിൽ ഗോപു പറഞ്ഞ സമയത്ത് അമ്മയോട് എങ്ങനെ പറയാനാ, അമ്മ ഉറങ്ങുകയല്ലേ എന്ന ലല്ലുവിന്റെ നിഷ്കളങ്കമായ മറുപടി തന്നെ അവന്റെ ബുദ്ധിശൂന്യത എടുത്തു കാണിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ സീനിലേക്ക് പോകാം. പഹാഡ് കി പഗ്ഡണ്ടി ദോപഹർ കെ 3 ബജെ ഹെ. മലമ്പ്രദേശത്തെ ഒറ്റയടിപ്പാത. ഉച്ചയ്ക്ക് ശേഷം 3 മണിയായിരിക്കുന്നു. ബച്ചെ മെഹനത് സെ പഹാഡ് കി പഗ്ഡണ്ടി ചढ़ രഹെ ഹെ. കുട്ടികൾ ആയാസപ്പെട്ടുകൊണ്ട് ആ ഒറ്റയടിപ്പാത കയറിക്കൊണ്ടിരിക്കുന്നു. സാമനെ വാലി ഏക് ചോട്ടി പർ TV ടവർ ദിഖ് രഹെ ഹെ. മുന്നിലുള്ള കുന്നിന്റെ ഉച്ചിയിലായി TV ടവർ കാണുന്നുണ്ട്. ഗോപു ദേഖേ യഹി വോ ടവർ ഹെ ജിസ്മേ TV ആതാ ഹെ. നോക്കൂ, ആ ടവർ ഉണ്ടല്ലോ, അതിൽ നിന്നാണ് TV വരുന്നത്. ഗോപു പറഞ്ഞു കൊടുക്കുന്നു. ലല്ലു ആതാ കഹാ ഹെ? ആതാ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോ ജാത്തെ? എവിടെ വരുന്നു? അങ്ങനെ വരികയാണെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നത്? ലല്ലു വീണ്ടും വളരെ നിഷ്കളങ്കമായി തന്റെ അടുത്ത വിവരക്കേട് പറയുന്നു. ഗോപു ചുന്നി യേ ലല്ലു എക്ദം ലല്ലു ഹേനാ. ചുന്നി, ഈ ലല്ലു ആള് ശരിക്കും ഒരു ലല്ലു തന്നെയാണല്ലേ? ഇവിടെ ഹിന്ദിയിൽ ലല്ലു എന്ന പദത്തിന് മണ്ടൻ എന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. ആ അർത്ഥത്തിൽ ലല്ലുവിനെ കളിയാക്കിക്കൊണ്ടാണ് ഗോപു ഇങ്ങനെ പറഞ്ഞത്. ബാബാനെ ബതായാ താ നാ കി ഇസി ടവർ സെ ദൂസരെ ഗാവ് മേ TV ആതാ ഹെ ഓർ ക്യോंकि ഹമാരാ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹെ ഹമാരേ മേ നഹി ആതാ ഹെ. അച്ഛൻ പറഞ്ഞതോർക്കുന്നില്ലേ, ഈ ടവറിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്കാണ് TV വരുന്നത്. നമ്മുടെ ഗ്രാമം മലയുടെ ഇപ്പുറത്താണ്, അതുകൊണ്ട് നമുക്ക് വരില്ല. ഗോപു കൂട്ടിച്ചേർത്തു. ചുന്നി हाँ मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. हमने एंटीना को सब तरफ घुमाया पर TV पकड़ा ही नहीं. ശരിയാ, എൻ്റെ അച്ഛനും TVയും ആന്റിനയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആന്റിനയാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കറക്കി നോക്കി, പക്ഷെ TV മാത്രം വന്നില്ല. ലല്ലു നിരാശയോടെ പറഞ്ഞു. ഗോപു TV तो जादू है. TV ഒരു അത്ഭുതമാണ്. ऐसे തോടെ ഹി പക്കടേഗ. അതിലെന്തും പിടിച്ചെടുക്കും. ഹായ് ക്യാ ചീസ് ഹെ TV. ആഹാ, എന്തൊരു വസ്തുവാണ് ഈ TV. ഗോപു TV की याद में गोया हुआ आगे बढ़ता है. ബാക്കി ദോനും ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹൈ. ഗോപു TVയെ കുറിച്ചുള്ള തന്റെ സ്മരണയിൽ മുഴുകിക്കൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. മറ്റു രണ്ടുപേരും അവനു പിറകിലായി. ഇവിടെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കുന്നിനപ്പുറത്തുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് TV കാണുന്നതിനായി പുറപ്പെടുന്ന 3 കുട്ടികളെയാണ് എഴുത്തുകാരൻ വർണ്ണിക്കുന്നത്. യാത്രക്കിടയിൽ കുന്നിൻ മുകളിലായി TV ടവർ കാണുന്ന സമയത്ത് ഇതിനു മുമ്പ് താൻ TV കണ്ട രംഗം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഗോപു. ഗോപു ആദ്യമായി TV കണ്ട ആ രംഗം നമുക്ക് മൂന്നാമത്തെ സീനിലൂടെ ശ്രദ്ധിക്കാം. സീൻ 3. മനോഹർ ചാച്ചാക്കെ ഘർ കാ കമര. മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു മുറി. सुबह के 8 बजे है. രാവിലെ 8 മണി. TV पर 26 जनवरी की പരേഡ് ആ രഹി ഹെ. TVയിൽ ജനുവരി 26ന്റെ പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു, അതായത് റിപ്പബ്ലിക് ദിന പരേഡ്. ഗോപു ഓർ ഉസ്കെ ബാബ ടക്ടക്കി ലഗായെ ദേഖ് രഹേ ഹെ. ഗോപുവും അവന്റെ അച്ഛനും പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനോഹർ ചാച്ച ബഗൽ മേം ബൈഠേ ഹെ. മനോഹർ ചാച്ചയും എതിർവശത്തായി ഇരിക്കുന്നുണ്ട്. TV മേം ചങ്കിയോം ചൽ രഹി ഹെ ഓർ ഏക് കമന്ററി വി. TVയിൽ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഒപ്പം ശബ്ദ വിവരണവും. TV സെ ആത്തി കമന്ററി. TVയിൽ നിന്നും വരുന്ന കമന്ററി ഇപ്രകാരമായിരുന്നു. ഓർ യഹ് ഹെ ചങ്കി അസം രാജ് കി ആകെ ആകെ ബിഹു നൃത്യ കർത്തി മഹിളായെ. ഇത് അസം ദേശത്തിന്റെ ദൃശ്യങ്ങളാണ്. മുന്നിലായി ബിഹു നൃത്തം ചെയ്യുന്ന വനിതകൾ. ഇന്ത്യയിലാകമാനം നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡുകളിൽ ഏറ്റവും മികച്ച നിശ്ചല ദൃശ്യങ്ങൾ അഥവാ ടേബ്ലോകൾ അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം.
ഒരു റിപ്പബ്ലിക് ദിനത്തിൽ ആസാമിൽ നടന്ന ഇത്തരം ഒരു ടാബ്ലോ ദൃശ്യമാണ് ഗോപുവും അവന്റെ അച്ഛനും മനോഹർ ചാച്ചയും ചേർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആസാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് ബിഹു. അതുകൊണ്ട് തന്നെയാണ് ടാബ്ലോ ദൃശ്യങ്ങളുടെ ഏറ്റവും മുന്നിലായി ബിഹു നൃത്തം ചെയ്യുന്ന വനിതകൾ സ്ഥാനം പിടിച്ചത്. ഗോപു: ബാബ, യഹ് ആവാസ് കഹാ സേ ആ രഹി ഹൈ? അച്ഛ, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഗോപുവിന്റേതായിരുന്നു സംശയം. യഹ് ബി ടിവി സേ ഹി ആ രഹി ഹൈ ഗോപുലാൽ. മോനെ, ഇതും ടിവിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. മനോഹർ ചാച്ചയാണ് ആ മറുപടി നൽകിയത്. ജാദു ഹേനാ, മാജിക് അല്ലേ? ഗോപു ആശ്ചര്യത്തോടെ പറഞ്ഞു. അങ്ങനെ ഗോപുവിന്റെ ഭൂതകാല സ്വപ്നങ്ങളുടെ സീൻ 3 ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് സീൻ 4ലേക്ക് തിരിച്ചു വരാം. അതായത് നമ്മുടെ മൂവർ സംഘത്തിന്റെ യാത്രയിലേക്ക്. പഹാഡി സഡക്, ഷാംകോ 4 ബജേ ഹെ. മലമ്പാത, സമയം 4 മണി. തീനോ ബച്ചെ സഡക് കിനാരെ ചൽ രഹേ ഹെ. 3 കുട്ടികളും റോഡരികിലൂടെ നടക്കുകയാണ്. ഗോപു: ജാദു താ സച്ച്മുച്ച്. ചലോ അബ് സഡക് പാർ കർണി ഹെ. മാജിക് തന്നെ, തീർച്ചയായും. നടക്ക്, നമുക്കിനി റോഡ് മുറിച്ചു കിടക്കേണ്ടതുണ്ട്. ഗോപു ഇപ്പോഴും സ്വപ്ന ലോകത്ത് തന്നെയാണെന്ന് നമുക്ക് ഈ ഡയലോഗിലൂടെ മനസ്സിലാക്കാം. യാത്രയിലുടനീളം അവന്റെ മനസ്സിൽ TV മാത്രമായിരുന്നു. സഡക് പാർ കർണേക്ക് കോശിഷ്, റോഡ് മുറിച്ചു കിടക്കാനുള്ള ശ്രമം. സാമനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ. മുന്നിൽ നിന്നും വളരെ വേഗത്തിൽ ഒരു ബസ് കടന്നു വരുന്നു. ചുന്നി ദൗഡ്കർ പാർ കർ ലേത്തി ഹെ. ചുന്നി ഓടി റോഡ് മുറിച്ചു കിടക്കുന്നു. ഗോപു ഓർ ലല്ലു ഗഡേ രഹ് ജാത്തെ ഹെ. ഗോപുവും ലല്ലുവും അവിടെ തന്നെ നിന്നു പോകുന്നു. ബസ് മേ സോർ സെ ബ്രേക്ക് ലഗ്താ ഹെ. ബസ് വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇടുന്നു. ഡ്രൈവർ ഗുസ്സേ മേ സിർ ബാഹർ നിക്കൽത്താ ഹെ. ഡ്രൈവർ ദേഷ്യത്തോടെ തല പുറത്തേക്കിടുന്നു. അബ് ദേഖ്തേ ചലോ, നോക്കി നടക്ക്, ഡ്രൈവർ ദേഷ്യത്തോടെ പറയുന്നു. ഗോപു ഓർ ലല്ലു ജൽദി സെ സഡക് പാർ കർത്തെ ഹെ. ഗോപുവും ലല്ലുവും വേഗത്തിൽ റോഡ് മുറിച്ചു കിടക്കുന്നു. ചുന്നി: തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ. നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികളാണല്ലോ. സഡക് പാർ കർണേ ബി നഹി ആത്ത. റോഡ് മുറിച്ചു കടക്കാൻ പോലും അറിയില്ലേ? താനെന്തോ വലിയ കാര്യം നേടിയെടുത്ത ഭാവത്തിൽ ചുന്നി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഗോപു: ചോപ്തേ ഹുയേ, ജൽദി ചലോ, അബ് ദേർ ഹോ രഹി ഹെ. ഗോപു നാണത്തോടെ: വേഗം നടക്കൂ, നേരം വൈകിയിരിക്കുന്നു. സീൻ 5. കസ്ബേ കി സബ്ജി മട്ടി, ഷാംകോ 5 ബജേ ഹെ. കവലയിലെ പച്ചക്കറി ചന്ത, സമയം വൈകുന്നേരം 5 മണി. ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ തോടാ പീച്ചെ രഹ് ഗയാ ഹെ. ലല്ലു പച്ചക്കറി ചന്തയിലെ ആൾത്തിരക്കിനിടയിൽ അല്പം പിന്നിലായി പോയി. ഗോപു ഓർ ചുന്നി ആകെ ചൽ രഹേ ഹെ. ഗോപുവും ചുന്നിയും മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുന്നി ഡരി ഹുയി ഹെ. ചുന്നി ആകെ ഭയപ്പെട്ടിരിക്കുന്നു. ചുന്നി: തുമ്നെ കഹാ താ ജൽദി പഹുച്ചേഗാ. നീയല്ലേ പറഞ്ഞത് പെട്ടെന്നെത്തുമെന്ന്. ഷാം തക് വാപ്പസ് ആയേഗ, വൈകുന്നേരത്തോടെ തിരിച്ചു വരുമെന്ന്. ചുന്നി ആകെ ആവലാതിയോടെ പറഞ്ഞു. ഗോപു: ബസ് ആനെ വാലാ ഹെ മനോഹർ ചാച്ചാ കാ ഘർ. ദാ അടുത്ത് തന്നെയാണ് മനോഹർ ചാച്ചയുടെ വീട്. ഗോപു അവളെ ആശ്വസിപ്പിക്കാനെന്ന മട്ടിൽ പറഞ്ഞു. ചുന്നി ഏക് ലംബെ ആദ്മി സെ ടക്കരി ജാത്തി ഹെ. വേ ആദ്മി ജൽദി മേ ഹെ. സംഭൽത്തെ ഹുയെ ആകെ ബഡ് ജാത്താ ഹെ. ചുന്നി ഉയരമുള്ള ഒരാളുമായി കൂട്ടിയിടിക്കുന്നു. വളരെ ധൃതിയിൽ നടന്നിരുന്ന അയാൾ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങി. ചുന്നി രുആംസി ഹോക്കർ: കബ്സെ കഹ് രഹേ ഹോ ആനെ വാലാ ഹെ. എത്ര നേരമായി നീ പറയുന്നു അടുത്താണെന്ന്? ചുന്നി കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. ഗോപു പീച്ചെ മുടുക്കർ. ആ സമയത്ത് പിറകോട്ട് തിരിഞ്ഞുകൊണ്ട് ഗോപു പറഞ്ഞു: അരേ യേ ലല്ലു കഹ് രഹ് ഗയാ. ഈ ലല്ലു എവിടെ പോയി? അരേ തു രോമത് അബ്. നീ കരയണ്ട, TV ദേഖ്നാ ഹെ നാ. നമുക്ക് TV കാണണ്ടേ? उसमें पता है लोग बक्से में अंदर बंद होते हैं, छोटे छोटे दिखते हैं, तेरे മക്കോട की तरह. അതിൽ ആളുകളൊക്കെ പെട്ടിക്കകത്ത് അടക്കപ്പെട്ടിരിക്കുകയാണ്. വളരെ ചെറുതായിട്ടേ കാണാൻ സാധിക്കൂ, നിന്റെ മക്കോടയെ പോലെ തന്നെ. ലല്ലു ദിക്തി ഹെ. ഹേ ലല്ലു ജൽദി ആനാ. ആ സമയത്ത് ലല്ലുവിനെ കാണുന്നു. ലല്ലു ഒന്ന് വേഗം നടക്ക്. ലല്ലു ദൗഡ്താ ഹുവാ ആതാ ഹെ. ലല്ലു ഓടി വരുന്നു. തീനോ ഹാത്ത് പകർക്കർ ചലനെ ലഗ്താ ഹെ. 3 പേരും കൈകൾ കോർത്തു പിടിച്ച് നടക്കുന്നു. സീൻ 6. കസ്ബേ കി ഗലി, കവലയുടെ ഒരു തെരുവ്. शाम का समय, वैगुന്നേര സമയം. बच्चे एक गली के मोड़ पर है, सामने कच्चे पक्के मकानों की कतार है. കുട്ടികൾ തെരുവിലെ ഒരു വളവിൽ നിൽക്കുന്നു. സമീപം മണ്ണുകൊണ്ട് നിർമ്മിച്ചതും വാർത്തതുമായ വീടുകളുടെ നിരകൾ കാണുന്നുണ്ട്. ഗോപു: ബസ് യഹി ഗലി ഹെ. അതെ, ഈ തെരുവ് തന്നെയാണ്. ഇസീമേ ഹി മനോഹർ ചാച്ച. ഈ തെരുവിൽ തന്നെയാണ് മനോഹർ ചാച്ചയുള്ളത്. അവസാനം ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയെന്ന ആശ്വാസത്തിൽ ഗോപു പറഞ്ഞു. തോ ചലോ. ലല്ലു പറഞ്ഞു. എന്നാ നടക്ക്. ഗോപു: മക്കാനോ കോ ദേഖ്താ ഹുവാ. ഹാ ലേക്കിൻ യാദ് കർണേ ദോ. കോൺസാ ഘർ ഹെ. കെട്ടിടങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഗോപു പറഞ്ഞു. ഞാനൊന്ന് ഓർത്തു നോക്കട്ടെ ഏതാണ് വീടെന്ന്. പർ കൈസേ. പക്ഷെ എങ്ങനെ? ചുന്നിയുടേതായിരുന്നു ആ സംശയം. ഗോപു:
अरे उस घर के ऊपर टीवी का टंडा लगा हुआ है ആന്റിന. എടോ ആ വീടിന്റെ മുകളിൽ ടിവിയുടെ കമ്പി നാട്ടിയിട്ടുണ്ട് ആന്റിന. ഗോപു വലിയ ഭാവത്തിൽ പറഞ്ഞു. തീനോ ധ്യാൻ സെ ഗരോം കോ ദേഖ്തേ ഹെ. മൂന്ന് പേരും വളരെ സൂക്ഷ്മതയോടെ വീടുകളിലേക്ക് നോക്കുന്നു. ഗോപു കെ ചഹര ഉത്തർ ജാത്ത ഹെ. അപ്പോൾ ഗോപുവിന്റെ മുഖം വാടുന്നു. ഗോപു പർ യഹാ തോ. പക്ഷേ ഇവിടെ. ഗോപു പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ ലല്ലു പൂർത്തിയാക്കുന്നു. സബ്കി ഛത് പേ ലഗാ ഹെ. എല്ലാ മേൽക്കൂരയിലും ഉണ്ടല്ലോ. ചുന്നി ടി വി ബാല ടണ്ട. ബാക്കി ഭാഗം ചുന്നിയും പൂർത്തിയാക്കുന്നു. ടിവിയുടെ ആന്റിന. അബ് ക്യാ കരേഗ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഗോപു ഹിമ്മത് ഹാർത്തെ ഹുയെ പതാ നഹി. മനോഹർ ചാച്ച ने बताया था उनके घर ही टीवी है पर यहाँ तो सबका घर है. എല്ലാ ധൈര്യവും ചോർന്ന ഭാവത്തിൽ ഗോപു പറഞ്ഞു. എനിക്കറിയില്ല. മനോഹർ ചാച്ച പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്ന്. എന്നാൽ ഇപ്പോ എല്ലാ വീട്ടിലുമുണ്ടല്ലോ. ലല്ലു ബേഹദ് ഹതാശ്. ലല്ലു വളരെ നിരാശയോടെ പറയുന്നു. അബ് ഹം വാപ്പസ് ചലേ. ഇനി നമുക്ക് തിരിച്ചു പോകാം. ആസ്മാൻ ദേഖ്തേ ഹുയെ. അവൻ ആകാശത്തേക്ക് നോക്കുന്നു. നഹി വേണ്ടേ. അന്തേരെ ഹോ രഹാ ഹെ. ഇരുട്ടായി തുടങ്ങുന്നു. ചുന്നി ഹം ഗോ ഗയേ. നമ്മൾ പെട്ടുപോയിരിക്കുന്നു. ചുന്നി പരിഭ്രമത്തോടെ പറഞ്ഞു. ഗോപു കുച്ച് നഹി ബോൽത്ത ബസ് രോനെ ലഗ്താ ഹെ. ഗോപു ഒന്നും പറയാതെ കരയാൻ തുടങ്ങിയിരുന്നു. ബാക്കി ദോനോ ബി രോനെ ലഗ്താ ഹെ. ബാക്കി രണ്ടുപേരും കൂടെ കരയാൻ തുടങ്ങിയിരുന്നു. സീൻ 7. കസ്ബേ കി സഡക്. ദേർ ഷാം കാ സമയം. കവലയിലെ ഒരു റോഡ്. സന്ധ്യാസമയം. ഭീഡ് ജമാ ഹെ. ബച്ചേ രോ രഹേ ഹെ. കസ്ബേ കെ ലോഗ് ഉനെ ചുപ്പ് കരാ രഹേ ഹെ. ആളുകൾ ചുറ്റിലും കൂടിയിരിക്കുന്നു. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കുട്ടികളുടെ കരച്ചിലടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കസ്ബേ വാല ഏക് कहते हैं മനോഹർ ചാച്ച സെ മിൽനെ ആയ ഹെ കിരത്പൂർ സെ. കിരത്പൂരിൽ നിന്നും മനോഹർ ചാച്ചയെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് കുട്ടികൾ പറയുന്നത്. ഒന്നാമത്തെ കവലക്കാരൻ പറയുന്നു. കസ്ബേ വാല ദോ. അബ് ചുപ് ഹോ ജാओ. ഡരോ മത്. ക്യാ നാം ഹെ തുമാരാ. മിണ്ടാതിരിക്കൂ. പേടിക്കേണ്ട. നിങ്ങളുടെ പേരെന്താണ്? ലല്ലുവിനോടായിരുന്നു രണ്ടാമന്റെ ചോദ്യം. ലല്ലു അല്പം പേടിയോടെയാണ് മറുപടി പറഞ്ഞത്. ചുന്നി രോത്തേ ഹുയി. കരഞ്ഞുകൊണ്ട് ചുന്നി പറയുന്നു. മുജെ ഘർ ജാനാ ഹെ. എനിക്ക് വീട്ടിൽ പോകണം. മനോഹർ ചാച്ച ആ ജാത്താ ഹെ. ആ സമയത്ത് അവിടേക്ക് മനോഹർ ചാച്ച കടന്നു വരുന്നു. ഗോപു കോ ഉടാ ലേത്തെ ഹെ. അയാൾ ഗോപുവിനെ എടുക്കുന്നു. മനോഹർ അരെ ഗോപു തും അക്കേലെ കൈസേ ആ ഗയേ. എടാ ഗോപു നീ ഒറ്റയ്ക്ക് എങ്ങനെ വന്നു? മനോഹർ ചാച്ച അത്ഭുതത്തോടെ ചോദിച്ചു. ഗോപു ടി വി ദേഖ്നാത്ത. ടി വി കാണാനായിരുന്നു. ഹം തീനോക്കോ. ഞങ്ങൾ മൂന്ന് പേരും. കസ്ബേ വാലെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്തേ ഹെ. ഗോപുവിന്റെ മറുപടി കേട്ട കവലയിലുള്ളവർ അമ്പരപ്പോടെ വായും പൊളിച്ചിരുന്നു. മനോഹർ ബച്ചോക്കോ ലേ ജാത്താ ഹെ. മനോഹർ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ ഈ കഥയിലെ അവസാനത്തെ സീനിലേക്ക് കടക്കുകയാണ്. അതായത് 8ാമത്തെ സീൻ. കുട്ടികളെയും കൊണ്ട് മനോഹർ ചാച്ച എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? കുട്ടികൾക്ക് അവരുടെ സ്വപ്നമായ ടി വി കാണാൻ സാധിക്കുമോ? നമുക്ക് നോക്കാം. മനോഹർ ചാച്ച കാ ഘർ രാത് കാ സമയം. മനോഹർ ചാച്ചയുടെ വീട് രാത്രി സമയം. ബാബാനെ ഗോപു കോ ഗോദ് മേ ബിഠായ ഹെ. ചുന്നി ഓർ ലല്ലു ബി ബൈഠേ ഹെ. അച്ഛൻ ഗോപുവിനെ മടിയിലിരുത്തി. ചുന്നിയും ലല്ലുവും ഇരിക്കുന്നുണ്ടായിരുന്നു. ബാബ മനോഹർ കോ ഗോപു ശൈത്താൻ ഹെ. യഹ് സബ്കാ പതാ ഹെ पर इतना शैतान हमने सोचा नहीं था. അച്ഛൻ മനോഹർ ചാച്ചയോടായി ഇങ്ങനെ പറഞ്ഞു. ഗോപു ആളൊരു കുരുത്തക്കേടാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇത്രയും കുരുത്തക്കേട് ഞങ്ങൾ ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. മനോഹർ ഓർ പൂരാ രാസ്ത യാദിയായി സേ. ചലോ ബൈ അബ് ടി വി ചലായാ ജായേ. ഇത്തിനി ദൂർ സെ ആയേ ഹെ തീൻ ദീവാനെ. അതെ വഴിയെല്ലാം ഇവന് നന്നായി അറിയാം. ഓട്ടെ ചേട്ടാ ഇനി നമുക്ക് ടി വി ഓണാക്കാം. ഇത്രയും ദൂരെ നിന്നും വന്നതല്ലേ മൂന്ന് വികൃതികൾ. മനോഹർ ചാച്ച തമാശ മട്ടിൽ പറഞ്ഞു. മനോഹർ टीवी चलाता है. गोबू लल्लू और चुन्नी सीधे होकर बैठ जाते हैं. टीवी से आवाज आती है. तस्वीर दिखना अभी बाकी है. മനോഹർ ടിവി ഓണാക്കുന്നു. ഗോപു ലല്ലു ചുന്നി മൂന്ന് പേരും നേരെയിരിക്കുന്നു. ടിവിയിൽ നിന്നും ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിത്രം കൂടി വന്നാൽ മതി. ടിവി की आवाज. ടിവിയുടെ ശബ്ദം ഇതായിരുന്നു. और मद्रास की अधिकतम तापमान रहा 34 डिग्री. മദ്രാസിലെ ഉയർന്ന താപനില 34 ഡിഗ്രി. ഗോപു की आगे फैल रही है. ഗോപുവിന്റെ കണ്ണുകൾ വിടർന്നുകൊണ്ടിരുന്നു. टीवी के शीशे पर हल्की हल्की रोशनी भी फैल रही है. ടിവിയുടെ സ്ക്രീനിൽ ചെറുതായി പ്രകാശം പരന്നു തുടങ്ങിയിട്ടുണ്ട്. തസ്വീർ കിസി ബി പൽ ദിഖ് ജായേഗി. ഇനി ഏതു നിമിഷവും ചിത്രങ്ങൾ വരും. और तभी ആ സമയത്ത് ബിജ്ലി ചലി ജാത്തി ഹെ. കറണ്ട് പോയി. ധൂപ് അന്ധേരാ ഹോ ജാത്താ ഹെ. ആകെ കൂരിരുട്ട്. गोबू चुन्नी और लल्लू एक साथ अंधेरे में. हे ഭഗവാൻ. ഗോപുവും ചുന്നിയും ലല്ലുവും ഒരേ സ്വരത്തിൽ ആ ഇരുട്ടിൽ നിന്നുകൊണ്ട്
ദൈവമേ എന്ന്. നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗോപുവിനെയും ലല്ലുവിനെയും ചുന്നിയെയും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.